ഇന്ന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി ചോറിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടല്ലേ. ഇത് ബിരിയാണി പോലെ ഒന്നല്ല, ഏറ്റവും സിമ്പിളും ചിലവ് കുറഞ്ഞതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഒരു 2 സവാള, 2 വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു വലിയ സവാള ആയാലും കുഴപ്പമില്ല. അതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു തക്കാളി, പിന്നെ അതിലേക്ക് ഒന്ന് പച്ചമുളക് ക്രഷാക്കിയിട്ട്, പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ക്രഷാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള പൊടികൾ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഇതൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിത് ഇനി ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അരി കഴുകി വെച്ചിട്ടുണ്ട്. ജീരകശാല റൈസാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നേരിയ അരിയോ സാധാരണ നമ്മൾ ചോറിന് വെക്കുന്ന കുറുവ അരി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചോറിൻ്റെ അരി ആയാലും കുഴപ്പമില്ല, നേരിയ അരി ആയാലും കുഴപ്പമില്ല. ഞാനിതിലേക്ക് കുറച്ച് നേരിയ അരിയാണ് എടുത്തിട്ടുള്ളത്, ജീരകശാല. ഇതിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഞാനിതിലേക്ക് 1.5 ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുള്ളത്, 1.5 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതിലേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാന്ന് പറയൂലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്ന. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം, നമ്മൾ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം. കാരണം നമ്മൾ എടുക്കുന്ന അരിനാകട്ടെ കൂടുതലായിട്ട് കുറച്ച് പൊന്തി നിൽക്കണം വെള്ളം, ആ ഒരു രീതിക്ക്. അങ്ങനെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അവിടെ വെക്കല. ശരിക്കും നേരിയ അരി അല്ല, നമ്മളെ ചോറിൻ്റെ അരി ആണ് ഇതിൽ വെക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നേരിയ അരി ആയാലും ചോറിൻ്റെ അരി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് കുറച്ച് മല്ലിയില, കറിവേപ്പില അതൊക്കെ ഇട്ട് ഒന്ന് ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഒരു വീസിൽ അടിച്ചതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് അപ്പൊക്കെ കുക്കാവും കേട്ടോ. അങ്ങനെ അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം കുറച്ച് ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മളിത് സെർവ് ചെയ്യല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണെന്ന് എല്ലാവരും മസ്റ്റായിട്ട് എന്തൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി വരാം. താങ്ക്